എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂവിൽ അത് ഏത് തരത്തിലുള്ള ജോലി ആയിക്കോട്ടെ, ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ പ്രധാനമായും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓരോ ജോലിക്ക് പോകുമ്പോഴും അതിൻ്റെതായ തരത്തിലുള്ള ചോദ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൊതുവായി എല്ലാ ഉദ്യോഗാർത്ഥികളും ഫേസ് ചെയ്യുന്ന പൊതുവായ 5 ചോദ്യങ്ങളാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലേക്കും ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഏതൊരു ഇന്റർവ്യൂവിലും ഇന്റർവ്യൂവർ ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഇങ്ങനെ പല വേർഷൻസിലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇത് വളരെ ടെക്നിക്കാലിറ്റി നിറഞ്ഞ ഒരു ചോദ്യമല്ലെങ്കിലും ഇതിന്റെ മറുപടി അല്ലെങ്കിൽ ആൻസർ പറയുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂവർ ആ ഉദ്യോഗാർത്ഥിയെ 60% ഇവാലുവേറ്റ് ചെയ്ത് കഴിയും. ഒരു ഉദ്യോഗാർത്ഥിയുടെ കോൺഫിഡൻസ് ലെവലും ആ ഉദ്യോഗാർത്ഥിക്ക് ആ ജോബിന് എത്രമാത്രം ഫിറ്റ് ആണെന്നുള്ളതും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഇന്റർവ്യൂവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഫിയർ ഇല്ലാതെ കോൺഫിഡൻസോടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ 60% നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗം അധികം വലിച്ചു നീട്ടാതെ വളരെ ഷോർട്ടായി നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തായിരുന്നു, എന്ത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ടെന്നുള്ള ഒരു ചുരുക്കമായ ഒരു എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത് എന്നതും കൂടെ പറഞ്ഞുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വൈ യു ഹാവ് റിസൈൻഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഴയ ജോലിയിൽ നിന്നും രാജിവെച്ചത്? പല സമയത്തും ഉദ്യോഗാർത്ഥികൾ പറയുന്ന അതിന്റെ ആൻസറിൽ നിന്ന് തന്നെ ആ ഉദ്യോഗാർത്ഥി ആ ഇന്റർവ്യൂവിൽ നിന്നും റിജക്റ്റഡ് ആവാം. നമ്മൾ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുമ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാവാം. മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാലറി കിട്ടാനിട്ടാവാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പോളിസികളുമായി നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്തതാവാം, അല്ലെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാവാം. പക്ഷേ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പനിയെ കുറിച്ചിട്ടോ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ മോശമായ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടായിരിക്കരുത് ഈ ഒരു ക്വസ്റ്റിന് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ റീസൺസ് സമർത്ഥിച്ചുകൊണ്ട് തന്നെ അതേസമയം വളരെ ഡിപ്ലോമാറ്റിക് ആയി ഒരു കമ്പനിയോ ഒരു സ്ഥാപനത്തെയോ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ വേണം ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നൽകുവാൻ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ യു ഹാവ് അപ്ലൈഡ് ഫോർ ദിസ് പൊസിഷൻ ഓർ ഇൻ ദിസ് കമ്പനി. നിങ്ങൾ ഇന്റർവ്യൂവിനായിട്ട് പോയിരിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആ പർട്ടിക്കുലർ റോളിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്തത്? ഇത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളുടെ സ്കിൽസും ടാലന്റും എന്താണ് ആ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നതാണ് ഇൻഡയറക്ട്ലി ഒരു ഇന്റർവ്യൂവർ ഒരു ഉദ്യോഗാർത്ഥിയോട് ഈ ക്വസ്റ്റ്യനിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ യോഗ്യത നൽകുന്ന എന്ത് സ്കിൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എന്താണെന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം വാട്ട് യു ക്യാൻ കോൺട്രിബ്യൂട്ട് ഓർ വൈ വി ഷുഡ് സെലക്ട് യു. ഇത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ മറ്റൊരു പതിപ്പാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങളുടെ പാസ്റ്റ് കമ്പനികളിലുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കില്ലും ടാലന്റും നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലും എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ റോളിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ യൂസ്ഫുൾ ആക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ ഈ ചോദ്യത്തിലൂടെ മറുപടി പറയേണ്ടത്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ. ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് സെലക്ടഡ്, നിങ്ങൾ ഈ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ സെലക്ടഡ് ആയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എന്താണ്? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് മിക്ക കമ്പനികളും ഈ ഒരു ചോദ്യം ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുന്നത്. പലരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആൻസർ പറയാൻ പോകുന്ന ഒരു സ്റ്റേജാണ് ഇന്റർവ്യൂവിന്റെ ഈ ലാസ്റ്റ് സ്റ്റേജിലെ ഈ ക്വസ്റ്റ്യൻ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ഞാൻ ആ പർട്ടിക്കുലർ റോളിലേക്ക് ഇന്ന ഒരു സാലറി ഡിമാൻഡ് ചെയ്താൽ എന്നെ അവിടെ സെലക്ട് ചെയ്യുമോ എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യാൻ പോകുന്ന സാലറി ഈ ഒരു കമ്പനിക്ക് എനിക്ക് തരാൻ കഴിയുമോ, അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവർക്കുണ്ടോ എന്നുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയിൽ ആ പർട്ടിക്കുലർ ജോബിലേക്കുള്ള ഗ്രേഡിംഗ് സിസ്റ്റം, ആ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷന് എത്രയാണ് അവർ സാലറി ഫിക്സ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും മിക്ക ഉദ്യോഗാർത്ഥികളും വളരെ സിമ്പിൾ ആയിട്ട് പറയും എന്താണോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിന്റെ അർത്ഥം ഒരു കമ്പനി എന്ത് സാലറി നമ്മൾ തരുന്നു അതിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യും. അതേസമയം തന്നെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ഓഫർ ചെയ്യുന്ന സാലറിയിൽ നിങ്ങൾ തൃപ്തരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ
വളരെ ഡിസ്കംഫർട്ടായി മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടതായും വരും. എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ എബിലിറ്റിയിലും നിങ്ങളുടെ സ്കിൽസിലും നിങ്ങളുടെ എക്സ്പീരിയൻസിലും ഫസ്റ്റ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൽ ഒരു ജോലിക്കായി നിങ്ങൾ പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിനായി പോകുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പൊസിഷന്റെ വാല്യൂവിനെ കുറിച്ചും എത്രമാത്രം സാലറി ആ ഒരു പർട്ടിക്കുലർ റോളിന് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നതിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി ഒരു സാലറി ഫിക്സ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ. നിങ്ങൾക്ക് എക്സ്പീരിയൻസും സ്കില്ലും എഡ്യൂക്കേഷനും ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റോളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പൊസിഷനിൽ മറ്റു പല സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഇന്റർവ്യൂവിനെ എത്ര കോൺഫിഡന്റ് ആയി ഒരു ഉദ്യോഗാർത്ഥി ഫേസ് ചെയ്യുന്നു എന്നതിലാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ആ ഇന്റർവ്യൂവിലുള്ള സക്സസ്. നമ്മൾ പോകുന്ന എല്ലാ ഇന്റർവ്യൂകളിലും നമ്മൾ പാസ്സാകണമെന്നോ നമുക്ക് അവിടെ ജോലി തരണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഒരു ഇന്റർവ്യൂവിന് പോയി അവിടെ ഫെയിൽ ആയി എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയി കണക്ക് കൂട്ടി കൂടുതൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് അടുത്ത ഇന്റർവ്യൂവിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് വേണം നിങ്ങൾ ഓരോ ഇന്റർവ്യൂവിനെയും ഫേസ് ചെയ്യാൻ. വളരെ ഷോർട്ടായിട്ട് ഒരു 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുവെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഏതൊരു ഇന്റർവ്യൂവിനെയും നമ്മൾ ഫേസ് ചെയ്യാൻ. ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 ഫാക്ടേഴ്സിലോ അതല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സെഷൻസ് ആവശ്യമാണെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അതുവഴി നമ്മുടെ ചാനലിന്റെ അഡ്മിനുമായി കോൺടാക്ട് ചെയ്താലോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കണ്ടന്റുകളുമായും മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ വിത്ത് മിഥുൻ സ്കിൽസ് ഫെയർ.